ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ കറ്റാർ വാഴയെ കുറിച്ചിട്ടാണ്. കറ്റാർ വാഴ കേൾക്കാത്ത ആളുകൾ വളരെ ചുരുക്കമുണ്ടായിരിക്കും. ഈ കറ്റാർ വാഴയുടെ ഔഷധ ഗുണങ്ങൾ, അതിൻ്റെ ഔഷധം നമ്മുടെ നിത്യജീവിതത്തിൽ ഒറ്റമൂലിയായിട്ട് എങ്ങനെ പ്രയോഗിക്കാം, അതിൻ്റെ രാസഘടന, അങ്ങനെ എനിക്കറിയുന്ന കുറച്ച് അറിവുകൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. കറ്റാർ വാഴ കേരളത്തിൽ വളരെ സുലഭമായി കണ്ടുവരുന്ന ഒരു സസ്യജാലമാണ് കറ്റാർ വാഴ. കറ്റാർ വാഴ, ചോറ്റുകറ്റാഴ എന്നീ പേരുകളിലൊക്കെ ഇതറിയപ്പെടാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ അലോവേര എന്ന് പറയപ്പെടുന്നു. കറ്റാർ വാഴ സ്ത്രീജന്യങ്ങളായിട്ടുള്ള പല രോഗങ്ങൾക്കും ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. അസഫലോഡേഷ്യ എന്ന സസ്യകുടുംബത്തിലാണ് കറ്റാർ വാഴ ഉള്ളത്. 30 മുതൽ 50 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വളർന്നൊരു സസ്യമാണിത്. ഏകദേശം 20ഓളം ഇലകൾ ഇതിൽ കണ്ടുവരുന്നു. ഹിമാലയ പ്രാന്തപ്രദേശങ്ങളിലും കേരളത്തിലും സ്വാഭാവികമായി ഇത് വളരെയധികം കണ്ടുവരുന്നുണ്ട്. കറ്റാർ വാഴയുടെ ഇലച്ചാറ് ഉണക്കിയാണ് ചെന്നിനായകൻ തയ്യാറാക്കുന്നത്. കറ്റാർ വാഴയുടെ പോള അഥവാ ഇലയാണ് പ്രധാന ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്. തിക്തമധുരരസവും ഗുരുസ്നിഗ്ധ ഗുണവും ശീതവീരവും കടുവിഭാഗവും എന്നിങ്ങനെയാണ് ആയുർവേദത്തിൽ കറ്റാർ വാഴയുടെ രാസാദി ഗുണങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇനി രാസഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ കറ്റാർ വാഴയിൽ അലോയിൻ എന്ന ഗ്ലൂക്കോസൈഡാണ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്. അലോയിമോഡിൻ എന്ന ബാഷ്പശീലമുള്ള പദാർത്ഥവും ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇനി കറ്റാർ വാഴയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ കഫപിത്ത രോഗങ്ങൾ ശമിപ്പിക്കുന്നു. അമിതമായാൽ വിരേചനകാരിയാണ്. രക്തശുദ്ധി ഉണ്ടാക്കുന്നതിന് കറ്റാർ വാഴ വളരെ വിശേഷമാണ്. ഗുൽമം, പ്ലീഹ, കരൾ രോഗങ്ങൾ എന്നിവ ശമിപ്പിക്കുന്നതിനും കറ്റാർ വാഴ ഉത്തമമാണ്. ക്യാൻസർ മൂലമുണ്ടാകുന്ന രോഗാവസ്ഥ ശമിപ്പിക്കാൻ കറ്റാർ വാഴ ഉപയോഗിക്കാറുണ്ട്. കറ്റാർ വാഴ ഏറ്റവും വലിയ ഗുണം അത് കുഴിനകം അകറ്റും എന്നുള്ളതാണ്. കേരളത്തിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു അസുഖമാണ് കുഴിനകം. അതുപോലെ കാലിൻ്റെ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ കാലിൽ വരുന്ന സ്കിന്നിൽ വരുന്ന പ്രോബ്ലങ്ങൾ, ഇതിനെല്ലാം ഈ കറ്റാർ വാഴ വളരെയധികം ഉപയോഗിക്കുന്നതാണ്. ആർത്തവ സംബന്ധമായ വയറുവേദന ശമിപ്പിക്കുന്നതിന് കറ്റാർ വാഴയ്ക്കൊരു പ്രത്യേക കഴിവുണ്ട്. കറ്റാർ വാഴയുടെ പൾപ്പ് എടുത്തിട്ട് 5 മില്ലി മുതൽ 10 മില്ലി വരെ കാലത്തും വൈകുന്നേരം സേവിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആർത്തവ സംബന്ധമായുള്ള വയറുവേദന ശമിപ്പിക്കാൻ വളരെയധികം കഴിവുള്ള ഒരു സസ്യജാലമാണ് ഈ കറ്റാർ വാഴ. ഇനി 2-3 ടിപ്സ് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. അതിന് 1 കപ്പ് വെള്ളം, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ, ഒരു നൈഫ്, ഒരു ചെറിയൊരു പാത്രം, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ആദ്യം തന്നെ സെറ്റാക്കി വെക്കണം. അതിനുശേഷം കറ്റാർ വാഴ മുറിച്ചിട്ട് അതിൻ്റെ ഈ മഞ്ഞ കളറിലുള്ള ഈ കാണുന്ന ഇതുണ്ടല്ലോ, ഒരു പശ പോലത്തെ, അതിനെ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി കളയണം. അത് കുറച്ച് നേരം മുറിച്ചുണ്ടാകും. ഈ കാണുന്ന ഈ മഞ്ഞ കളറിലുള്ള അത് മുഖത്തൊക്കെ ആയി കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള തുറിച്ചിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ മഞ്ഞ കളറിലുള്ള ഈ കാണുന്ന ഈ ഒരു പശ പോലത്തെ ഇതിനെ ഒഴിവാക്കുക. അത് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത് മുറിച്ചതിന് ശേഷം കുറച്ച് നേരം വെള്ളത്തിൽ മുക്കി വയ്ക്കുക. അതായത് നമ്മളൊരു മഗ്ഗിൽ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം ഇതിനെ കുറച്ച് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. നമ്മൾ ആ മഗ്ഗിലേക്ക് നമ്മൾ ഈ മുറിച്ചെടുത്ത അലോവേരയുടെ കഷ്ണങ്ങൾ ഇതേപോലെ വെള്ളത്തിൽ മുക്കി വയ്ക്കുക. മുക്കി വെച്ച് കഴിയുമ്പോൾ ഒരു 1 മിനിറ്റൊക്കെ വെച്ചാൽ മതി. 1 മിനിറ്റൊക്കെ വെച്ച് കഴിയുമ്പോൾ 1-2 മിനിറ്റ് വയ്ക്കുക. അതിനുശേഷം ഇതേപോലെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. ഇതുപോലെ ചെറിയ രീതിയിൽ, അധികം വലുതാക്കി കട്ട് ചെയ്യരുത്. അതും വലുതാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പൾപ്പ് എടുക്കാൻ ബുദ്ധിമുട്ട് വരും, കൃത്യമായിട്ട് കിട്ടില്ല. അപ്പോൾ ചെറിയ രീതിയിൽ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം ഒരു നൈഫ് ഉപയോഗിച്ചിട്ട്
ഇപ്പോൾ ഈ കാണുന്ന പോലെ അതിൻ്റെ പൾപ്പ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുക. അങ്ങനെ കിട്ടും. കണ്ട, അതിന് 1-2 വട്ടം എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിളായിട്ട് കിട്ടും അത്. അത് ഈ മൂർച്ചുള്ള കത്തിയൊന്നും വേണമെന്നില്ല, സാധാരണ ഒരു കത്തിയോ സ്പൂണോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് ഇതിൻ്റെ പൾപ്പ് ഇങ്ങനെ ഒന്നൊന്നായിട്ട് എടുക്കുക. പൾപ്പ് എടുത്തതിന് ശേഷം ആ ജെല്ല് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്തെങ്കിലും ഞാനൊരു മരം കൊണ്ടൊരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അത് നിങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ ഇല്ലെങ്കിൽ ഒരു സ്പൂണോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പകുതി ഭാഗം അവിടെ വേറൊരു പാത്രത്തിലേക്കായിട്ട്, വീഡിയോയിൽ കാണുന്ന പോലെ വേറെ പാത്രത്തിലേക്കായിട്ട് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ 2 ഭാഗമായിട്ട് മാറ്റി വെച്ചല്ലോ, അതിൽ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുക. ആ മഞ്ഞൾപ്പൊടി അതിലിട്ടിട്ട് അതൊന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള അലോവേര ജെല്ല് നമുക്ക് കുഴിനകത്തിലേക്ക് ഉപയോഗിക്കാനുള്ളൊരു മെഡിസിനാണ്. ബാക്കിയുള്ള പകുതി ഭാഗത്തിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെളിച്ചെണ്ണയോ ബദാം ഓയിലാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഇത് നമുക്ക് നമ്മുടെ മിക്സ് ചെയ്തതിന് ശേഷം വെളിച്ചെണ്ണ ബദാം ഓയിലോ ഒഴിച്ച് മിക്സ് ചെയ്ത ആ ഒരു ക്രീം, ഒരു ജെല്ല് ടൈപ്പ് ആ സംഭവം ഉണ്ടല്ലോ, നമുക്ക് മുഖത്ത് പുരട്ടിയ മുഖത്തെ മോയ്സ്ചറൈസർ, അതുപോലെ മുഖം നല്ലൊരു ഗ്ലോസി ആയിട്ട് മാറും. അത് ഞാൻ പരീക്ഷിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഡെഡ് സെൽസൊക്കെ, സ്കിന്നിലെ ഡെഡ് സെൽസൊക്കെ പോയിട്ട് നല്ല ക്ലിയറായിട്ട് സ്കിൻ തിളങ്ങാനിത് നല്ല ഉപകാരപ്പെടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് 2 രീതിയിൽ നമുക്ക് ഇതിൽ നിന്ന് 2 മെഡിസിൻസ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, കറ്റാർവാഴയെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിയണമെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. താങ്ക് യു.